സംസ്ഥാന ബജറ്റിൽ പുതുപൊന്നാനിക്ക് കോടികളുടെ വികസന പദ്ധതികൾ. വർഷങ്ങളായി അവഗണിക്കപ്പെട്ടിരുന്ന പുതുപൊന്നാനി മുനമ്പം പ്രദേശത്ത് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾക്കായി സംസ്ഥാന ബജറ്റിൽ 4.25 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. മുനമ്പം പുഴയോര പാതയ്ക്ക് 2 കോടിയും അഴിമുഖ വികസനത്തിന് 1 കോടിയും മഹ്ലറ മസ്ജിദ് വയോജന പാർക്കിനായി 1 കോടിയും പുതുപൊന്നാനി മാട്ടുമ്മൽ ടൂറിസം പഠനത്തിനായി 25 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഇടം നേടിയതെന്ന് MLA പറഞ്ഞു. പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതുപ്പൊന്നാനി മുനമ്പം ഭാഗം വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിരവധി വർഷങ്ങളായിട്ട് നാട്ടുകാരുടെ വികസനത്തിന് വേണ്ടിയുള്ള മുറവിളി മുഴങ്ങുന്നൊരു പ്രദേശം കൂടിയാണ്. ഇത്തവണത്തെ ബജറ്റിൽ കേരള സർക്കാർ വലിയ തോതിൽ പുതുപ്പൊന്നാനിക്ക് അനുഗ്രഹം വച്ചു നീട്ടിയിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പുതുപ്പൊന്നാനി മൽഹറ ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരു വയോജന പാർക്ക്, ഒരു ജെറിയാട്രിക് പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുപ്പൊന്നാനി മുനമ്പം തൊട്ട് പുതുപ്പൊന്നാനി പാലം വരെയുള്ള പുഴയോര പാത, അതൊരു നാളുകളിൽ ആ പാത പൂർത്തിയാവുമ്പോൾ നമ്മുടെ കർമ്മ റോഡിന് സമാനമായൊരു പാതയായി മാറും. അതിന് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുപ്പൊന്നാനിയിലെ തോണി തൊഴിലാളികളുടെ, തോണി ഉടമകളുടെ, മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളുടെ നിരന്തരമായൊരാവശ്യമാണ് അവരുടെ കടലിലേക്ക് ഇറങ്ങുന്ന അവരുടെ തോണി പ്രവേശന കവാട ഭാഗം, അതിന് വീതി കുറവാണ്. വേലിയിറക്കവും വേലിയേറ്റവും വരുമ്പോൾ ആ വീതിക്ക് വീണ്ടും രൂപമാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ തോണി മണൽത്തിട്ടയിൽ ഇടിച്ച് വലിയ പരിക്കുകൾ തോണിക്ക് ഏൽക്കുന്നു. അതിന് പണച്ചിലവ് സ്ഥിരമായിട്ട് അവിടെ ഒരു നിത്യസംഭവമാണ്. അപ്പോൾ തോണിയുടെ പ്രവേശന കവാടത്തിന് വീതി കൂട്ടി കൃത്യമായിട്ട് അത് നിർമ്മിച്ചു കൊടുക്കുന്നതിന് 1 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഏറ്റവും ആവേശകരമായിട്ട് കരുതുന്നത് പുതുപ്പൊന്നാനി മുനമ്പവും വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ മാട്ടുമ്മൽ തുരുത്തും തമ്മിൽ ഒരു ടൂറിസം ഇടനാഴി അത് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാധ്യതാ പഠനത്തിന് 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു 4 പദ്ധതികൾ പുതുപ്പൊന്നാനിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് വെളിയങ്കോട് പഞ്ചായത്ത് കൂടി വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.